ഇന്ന് എല്ലാം വിരൽത്തുമ്പിൽ തന്നെ കിട്ടുന്ന ഈ ഒരു സാങ്കേതിക ലോകത്ത് തന്നെ ഒരു എംപയർ തന്നെ സൃഷ്ടിച്ച ഒരു സംഭവമാണ് ഈ ഒരു ഓൺലൈൻ ബിസിനസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ രണ്ട് രാജാവാണ് നമ്മൾ ഫ്ലിപ്കാർട്ടും ആമസോണെന്ന് വേണമെങ്കിൽ പറയാൽ. സോ ഈ ഒരു ആമസോണിലെ രണ്ട് ജീവനക്കാരാണ് ഫ്ലിപ്കാർട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ വിശ്വസിക്കും? എന്നാൽ അങ്ങനെ ഒരു ചരിത്രം നമ്മൾ ഫ്ലിപ്കാർട്ടിലുണ്ട്. എന്താണെന്നല്ലേ പറഞ്ഞു തരാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി. 2007 ആൾക്കാരുടെ ഫ്രണ്ടിലോട്ട് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ എത്തി തുടങ്ങിയ കാലഘട്ടത്തിലാണ് ഈ ഒരു ആമസോണും എല്ലാം നമ്മുടെ കയറി വരാൻ തുടങ്ങിയത്. സോ അവിടെ നിന്ന് ബാംഗ്ലൂരിലുള്ള രണ്ട് ചെറുപ്പക്കാർ ഈ ഒരു ആമസോണിൽ ജോലി കയറി അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറി കിട്ടുന്ന ഒരു പൊസിഷനിലാണ് നമ്മുടെ ഈ ഒരു ആമസോണിൽ ജോലി ചെയ്യുന്ന രണ്ട് ചെറുപ്പക്കാർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ അപ്പോൾ ഇറങ്ങുന്ന സമയമാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ നോക്കിയ അല്ലെങ്കിൽ ബ്ലാക്ക്ബെറി അങ്ങനത്തെ ഫോണുകളെല്ലാം നല്ല രീതിയിലൊന്ന് ഹൈപ്പ് കയറി വന്ന സമയത്താണ് ഈ ഒരു ആമസോൺ അവിടെ ഇൻട്രൊഡ്യൂസ് ആകുന്നത്. സോ ഇതുകൊണ്ട് തന്നെ അവർക്ക് വർക്ക് ലോഡ് ഒരുപാട് കൂടുതലായിരുന്നു. ഒരുപാട് ചലഞ്ചസ് ഈ രണ്ട് വ്യക്തികൾ നേരിടേണ്ടി വന്നു. സോ ഈ രണ്ട് വ്യക്തികളുടെ പേരാണ് സച്ചിൻ ബെൻസാങ്ങും ബെന്നി ബെൻസാങ്ങും എന്ന് പറഞ്ഞ ഈ രണ്ട് വ്യക്തികൾ. നേരിട്ട് എല്ലാ ചലഞ്ചസും അവർ ഓവർകം ചെയ്ത 2007 ബംഗളൂരുവിൽ ഒരു ഓഫീസ് അവർ വാടകയ്ക്ക് എടുത്താണ് അവിടെ ഒരു ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പേജ് അവിടെ തുടങ്ങുന്നുണ്ട്. ഈ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് അവിടെ സ്റ്റാർട്ടാക്കുന്ന അതിനുശേഷം ഇവർക്കെല്ലാം വെച്ചടി കയറ്റമാണെന്ന് പറയും. കാരണം ഇവർ അത്രത്തോളം ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടും അവരൊന്നും സ്ട്രഗിൾസിൻ്റെ എല്ലാം ഒരു വെർത്തായിട്ടുള്ള കാര്യം അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ടെൻസെൻറ്റ് പോലുള്ള കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആയിരുന്നു അവരുടെ ടേണിംഗ് പോയിന്റ്. ടെൻസെൻറ്റും അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ചുള്ള കമ്പനീസ് കാര്യങ്ങളെല്ലാം വന്നിട്ട് ഈ ഫ്ലിപ്കാർട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി. ആ ഒരു ഗ്രോത്തിൽ അവർ മിന്ത്ര എന്ന് പറയുന്ന വലിയൊരു ബ്രാൻഡിനെ അവർ സ്വന്തമായിട്ട് വാങ്ങിച്ചു. അത് മിന്ത്രയെ വാങ്ങിച്ചതോടുകൂടി ഇവരെ വേൾഡ് വൈഡായിട്ട് എല്ലാവരും അറിയപ്പെടാൻ വേണ്ടി തുടങ്ങി. അവിടെ തൊട്ട് ഫ്ലിപ്കാർട്ട് വീണ്ടും വേറെ ലെവലിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോവുകയായിരുന്ന ഈ ഒരു ഫ്ലിപ്കാർട്ട് 2018 അമേരിക്കയിലുള്ള അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയായ വാൾമാർട്ട് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി ഫ്ലിപ്കാർട്ടിനെ അവർക്ക് നല്ല രീതിയിലൊരു വില കൊടുത്ത് അവർ വാങ്ങിക്കുകയും ചെയ്തു. ഇതോടെ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ രണ്ട് വ്യക്തികൾ തുടങ്ങിയ ഈ ഒരു ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഏത് ലെവല് വരെ ആ രണ്ട് പയ്യന്മാർക്ക് കൊണ്ട് ആമസോണിനേക്കാൾ അപ്പുറത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രി ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2007 ആ ഒരു ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ 2008 2009 അവർ അതിൻ്റെ പരസ്യങ്ങൾ ഇറക്കുന്നത്. ആ പരസ്യങ്ങൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അവർ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ വെറും ചെറിയ കാര്യമാണ് ചെയ്തത്. വേറൊന്നുമല്ല, കൊച്ചു കുട്ടികളെ കൊണ്ട് അവർ പ്രൊമോഷൻ ചെയ്യിപ്പിച്ചത്. കൊച്ചു കുട്ടികളും മുതിർന്നവരെ പോലെ ആ ഒരു സെറ്റപ്പിൽ അവർ പ്രൊമോഷൻ ചെയ്തു. അതേപോലത്തെ അഡ്വർടൈസ്മെൻറ്റ് ഇറക്കി ടെലികാസ്റ്റ് അല്ലെങ്കിൽ TV ഫുൾ വൈറലാക്കി. ആ ഒരു സംഭവത്തിലൂടെയാണ് ഈ ഒരു ഫ്ലിപ്കാർട്ട് വീണ്ടും കയറി തുടങ്ങിയത്. എവിടെ മനുഷ്യൻ തലച്ചോറ് ഉപയോഗിക്കുന്നു അവിടെ മനുഷ്യൻ വിജയിക്കുന്നുള്ള യാതൊരുമില്ലാതെ വിജയിക്കുന്നുള്ള ഒരു ഉദാഹരണം മാത്രമാണ് ഈ രണ്ട് വ്യക്തികളെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഒരു ബിസിനസ് പ്ലാൻ ചെയ്തിരിക്കും നിങ്ങളെ കൂട്ടുകാർ കൂടെ അയച്ചു കൊടുത്തിട്ട് പറയുക കണ്ടാട എങ്ങനെയാണ് ഓരോരുത്തർ ക്ലച്ച് പിടിച്ചത് നിങ്ങൾ പറയുക. സോ ഈ ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ രഹസ്യം അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ കഥ നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ അറിയുക. ചാനൽ ആദ്യമായിട്ടാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ബിസിനസ് മോട്ടിവേറ്റ് കണ്ടൻറ്റും നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതിലും മികച്ച നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ വീണ്ടും വരുന്നതായിരിക്കും. സോ വൺസ് അഗൈൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ.